ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വെറൈറ്റി ഫിഷ് കറി വെച്ചാലോ. അതിന് വേണ്ടി ഞാൻ വറ്റ എടുത്തിട്ടുണ്ട്, ഒരു 3/4 കിലോ വറ്റ. പിന്നെ അതിനകത്ത് മെയിൻ എടുത്തെന്ന് വെച്ചാൽ നമ്മൾ പച്ചത്തക്കാളി, ഒരു 2 പച്ചത്തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര എടുത്തിട്ട്, പിന്നെ അരപ്പിനുള്ളത് ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല, അതാണ്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഇത് മുളകും കീറിയിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒട്ടും മുളക് പൊടി ചേർത്തില്ല. നമുക്ക് പച്ചത്തക്കാളി എല്ലാവർക്കും അറിയാമല്ലോ, പച്ചത്തക്കാളി വെച്ച് ഞാനൊരു കറി ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ കാണണം കേട്ടോ. അപ്പം ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പം നമുക്ക് വെക്കാം. ആദ്യം നമുക്കിത് അരച്ചുകൊണ്ട് വരാം. നമ്മൾ അരപ്പെല്ലാം അരച്ച് ആ സമയം കൊണ്ട് ഞാൻ ചട്ടി ചൂടാക്കി 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉലുവയും കൂടെ കുറച്ചിട്ടു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇടാം. അപ്പോൾ നമ്മൾ കടുകെല്ലാം പൊട്ടി കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ ചെറിയ ഉള്ളി ഒക്കെ ഇടാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. നല്ലതുപോലെ നല്ല ടേസ്റ്റാണ് ഈ പച്ചത്തക്കാളി വെച്ചുള്ള പച്ചക്കറി. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെപ്പോഴും പഴുത്ത തക്കാളി ഇടും, അതായത് പുളി ചേർക്കും. പുളി നിങ്ങൾക്ക് ആവശ്യം ഇതിന് പോരെങ്കിൽ ഞാൻ ഇച്ചിരി പുളിയുടെ നിങ്ങൾക്ക് വാളൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പുളി നിങ്ങൾക്ക് പോരെങ്കിൽ. അപ്പം 3 തക്കാളി ഇതിന് വെച്ച് പുളി ഉള്ള തക്കാളിയാണ്. ഞാൻ ഒരു തക്കാളിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചത്തക്കാളിക്കറി വെച്ചിട്ടുണ്ട്, ചാനലിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം വെച്ചോന്ന് അറിയാം. എന്നാലും ഞാൻ പിഴിപുളി ഇച്ചിരി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. മറ്റേ കുടംപുളി ഇടരുത്, പിഴിപുളി ഇടാം, വാളൻപുളി കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ വാടി കഴിയുമ്പോൾ നമ്മുടെ പച്ചമുളക് ഇടുക, പിന്നെ നമ്മുടെ പച്ചത്തക്കാളി. അപ്പം നമ്മൾ അരപ്പെല്ലാം നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വാടി കഴിയുന്ന ഉടനെ നമുക്ക് അരപ്പിടാം. ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് അരപ്പ് അരച്ചെടുത്തത്. അപ്പം ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് വേണം, കിട്ടാൻ മതി. കുറച്ചിട്ട് ഉള്ളിക്കകത്തൊക്കെ കിടക്കട്ടെ. അപ്പം ഇതൊന്ന് വാടി കഴിയുന്ന ഉടനെ നമ്മൾ എരിവിന് പച്ചമുളകാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒട്ടും നമ്മുടെ മുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്കൊരു ആയി കഴിയുമ്പം നമ്മുടെ അരപ്പിടാം. അപ്പോൾ ഇനി നമുക്ക് അരപ്പൊഴിക്കാം. നല്ലതുപോലെ പേസ്റ്റ് പോലെ ഇരിക്കുന്ന അരപ്പ്. ഇതിനകത്ത് ഒട്ടും മുളക് പൊടി അടിയേറ്റെന്നാണ് ഈ കളർ കേട്ടോ. നല്ല ഒരു വെറൈറ്റി കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഉപ്പിട്ട് അരച്ചതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പൊഴിക്കാം. ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ മിക്സി കഴുകി ആ വെള്ളം കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ കറിയെല്ലാം തിളച്ച് വന്നു. ഇനി നമുക്ക് ഒരു 3/4 ഭാഗം ജോലികൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വറ്റയുടെ കഷ്ണങ്ങൾ ഇറക്കിയിടാം. ഓക്കെ, നമുക്ക് തീയൊന്ന് കുറച്ചേക്കാം. തിളച്ചിട്ട് ഇതിൻ്റെ ഉപ്പ് എരിയെല്ലാം ഇതിനകത്ത് പിടിക്കണ്ടേ. ഇതിലൂടെ ഒരു എരിവുള്ള ഞാൻ പയറ് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പറയുന്നത് ഈ വറ്റൽമുളക് ഇട്ടുള്ള അത് ചാനലിട്ടിട്ടുണ്ട്, അതുകൂടെ കൂട്ടിയാണ് ഇന്നത്തെ ലഞ്ച്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ പച്ചത്തക്കാളി ഇട്ട വറ്റക്കറിയൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് കടുക് പൊട്ടിച്ചേക്കാം. ഈ കടുകും വറ്റൽമുളകും ചെറിയ ഉള്ളി. അപ്പോൾ ആദ്യത്തെ കടുക് ഒത്തിരി വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ലാസ്റ്റിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് മതിയേക്കാം. അപ്പോൾ കണ്ടോ, നല്ല ഫൈനലായിട്ട് വന്നേക്കുന്നു. നല്ല വറ്റയൊക്കെ തക്കാളിയൊക്കെ പറക്കി കൂട്ടത്തക്ക രീതിയിൽ കണ്ടോ, നല്ല സൂപ്പർ. കുറച്ച് പുളിയങ്ങാണ്ട് ഞാൻ ചേർത്തുള്ളൂ, ബാക്കിയെല്ലാം തക്കാളിക്ക് തന്നെ പുളിയുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ കളർ ഇങ്ങനെയാണെന്ന് പറയും രുചിയില്ലെന്ന് കരുതരുത്, നല്ല വളരെ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് അപ്പം നമ്മുടെ കടുക് എല്ലാം പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇടുക. അത്ര മനോഹരം അല്ലേ. അപ്പം ഇതിൻ്റെ അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത്, അപ്പം ഇതുപോലെ നിങ്ങളത് ചെയ്ത് നോക്കുക. നമ്മുടെ പച്ചത്തക്കാളി ഇട്ടൊന്ന് ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ്. നമ്മൾ സാധാരണ ചുമന്ന മുളകും ചുമന്ന തക്കാളിയൊക്കെ അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് പകരം പച്ചത്തക്കാളി വെച്ച് ഒരു പച്ച അരച്ച് വെച്ച കറി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.
ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ആൾ.